ഇപ്പോൾ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്കിംഗ് എന്ന് പറഞ്ഞൊരു സർട്ടിഫിക്കേഷൻസ് ഇല്ല, അതൊരു ബേസിക് കോഴ്സ് മാത്രമാണ്. സാധാരണ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്കിംഗ് എന്ന് പറയുമ്പോൾ കോംപ്റ്റിയ എന്ന് പറയുന്ന കമ്പനിയുടെ A+N+ എന്ന് പറയുന്ന സർട്ടിഫിക്കേഷൻ ട്രെയിനിങ് ആണ് ഉണ്ടാവുക. അല്ലാത്തത് ജനറൽ ഒരു ഓറിയന്റേഷൻ ക്ലാസ്സും അതിന്റെ പ്രാക്ടിക്കൽസും ആണ് ഉണ്ടാവുന്നത്. ഇപ്പോൾ സാധാരണ നമ്മളൊരു കമ്പ്യൂട്ടർ എന്ന് പറയുമ്പോൾ അതിൽ ഡെസ്ക്ടോപ്പ് ബേസ്ഡ് കമ്പ്യൂട്ടർ ഉണ്ടാവും, ഇപ്പം നമ്മൾ സ്ക്രീനിൽ കാണുന്ന. അതല്ലാതെ ഓൾ ഇൻ വൺ PC എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മോണിറ്റർ മാത്രമേ ഉണ്ടാവുള്ളൂ. ആ മോണിറ്ററിന്റെ ബാക്ക് സൈഡിൽ അതിന് വേണ്ടുന്ന ഹാർഡ് ഡിസ്ക്, മദർ ബോർഡ്, റാം, മറ്റു എല്ലാ സാധനവും ഉണ്ടാവും. അപ്പൊ അതൊരു ഓൾ ഇൻ വൺ PC എന്ന് പറഞ്ഞിട്ടാണ് ഉണ്ടാവും. അത് മാക് ആയാലും അല്ലാത്ത നോർമൽ കമ്പ്യൂട്ടർ ആയാലും അങ്ങനെ വരാറുണ്ട്, ഓൾ ഇൻ വൺ. അല്ലാത്ത കേസുകൾ സെപ്പറേറ്റ് ഒരു ക്യാബിനറ്റ് ഉണ്ടാവും. ഇപ്പൊ നിങ്ങളുടെ ഇപ്പുറത്തെ സൈഡിൽ HP എന്ന് പറഞ്ഞിട്ട് എഴുതി കാണിക്കുന്ന അതൊരു ക്യാബിനറ്റ് ആണ്. നമ്മൾ സാധാരണ CPU എന്നാണ് പറയുക, പക്ഷെ അതിന്റെ യഥാർത്ഥ പേര് ക്യാബിനറ്റ് എന്നാണ്. അപ്പൊ ആ ക്യാബിനറ്റിലേക്ക് നമ്മൾ കീബോർഡ്, മൗസ്, മോണിറ്റർ കണക്ട് ചെയ്യും. അങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ നമ്മൾ പറയുന്ന മേജർ കോമ്പണൻസും വരുന്നത് ഈ ക്യാബിനറ്റിന്റെ അകത്താണ്. അപ്പൊ അതില് സാധാരണ ഒരു യൂസർ പുറത്തിരുന്നു കൊണ്ട് മോണിറ്ററിലേക്ക് കീബോർഡ് വഴി ടൈപ്പ് ചെയ്യുമ്പോൾ ആ ക്യാബിനറ്റിനകത്താണ് എല്ലാ ഫങ്ഷൻസും നടക്കുന്നത്. അതാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കുന്നത്. അപ്പൊ ഇതില് നമ്മൾ ടവർ കമ്പ്യൂട്ടർ എന്ന് പറയും, അല്ലെങ്കിൽ ക്യാബിനറ്റ് എന്ന് പറയും. അതൊക്കെ ഈ CPU-നാണ് പറയുന്നത്. അപ്പോൾ ഈ സ്ക്രീനിൽ കാണിക്കുന്ന CPU-യുടെ അകത്ത് കുറെ കോമ്പണൻസുകൾ ലിസ്റ്റ് ചെയ്തിട്ട് കാണിക്കുന്നുണ്ട്. എക്സാമ്പിൾ പവർ സപ്ലൈ, CDD, ഹാർഡ് ഡ്രൈവ്, ഇതൊക്കെ ഇതിനകത്താണ് വരുന്നത്. പുറമെ നമ്മൾ കാണുന്ന വിസിബിലിറ്റി ഉള്ള പ്രൊഡക്റ്റ് ആണ് മിനിമം കീബോർഡും മൗസും ഒരു മോണിറ്ററും. ഇപ്പൊ ഇതില് ഒരു കമ്പ്യൂട്ടറിന്റെ ക്യാബിനറ്റിനകത്ത് നമ്മൾ ഫിക്സ് ചെയ്യുന്ന ഒരു പ്രധാന ഡിവൈസ് ആണ് ഹാർഡ് ഡ്രൈവ്. ഹാർഡ് ഡ്രൈവ് എന്ന് പറയുന്നത് പ്രത്യേകിച്ചൊന്നുമല്ല, ഒരു ഹാർഡ് ഡിസ്ക്. നമ്മൾ 500 GB മുതൽ 1 TB, 2 TB, 10 TB എന്നൊക്കെ പറയുന്ന പർച്ചേസ് ചെയ്യുന്ന ഹാർഡ് ഡിസ്ക്. ഈ ഹാർഡ് ഡിസ്ക് നമ്മൾ കമ്പ്യൂട്ടറിനകത്ത് ഫിക്സ് ചെയ്യുന്ന ഒരു ഹാർഡ് ഡിസ്ക് പ്രൊക്യൂർ ചെയ്യുമ്പോൾ അതിനകത്ത് സാധാരണ നമ്മൾ എം ടി ആയിരിക്കും അതിന്റെ അകം. നമ്മളതിനെ നമുക്ക് ഡാറ്റകൾ കോപ്പി ചെയ്യാൻ ആവശ്യമായി ഹാർഡ് ഡിസ്കിനെ തരംതിരിക്കുന്നതിന്റെ പേരാണ് പാർട്ടീഷൻസ്. അപ്പൊ ഒരു ഹാർഡ് ഡിസ്കിന് വാങ്ങി പാർട്ടീഷൻ ചെയ്യുമ്പോൾ അതിനൊരു ഡ്രൈവ് ലെറ്റർ നമ്മൾ സെറ്റ് ചെയ്യും. ABCDE എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു ലെറ്റർ കൊടുക്കും. അപ്പൊ അതില് ഇപ്പൊ ലെറ്റ്സ് ഞാൻ അതിന്റെ ഒരു വൈറ്റ് സ്ക്രീൻ, ഉദാഹരണത്തിന് ഷെയർ ഇതിപ്പോ എൻ്റെ ഒരു ഹാർഡ് ഡിസ്ക് ആണെന്ന് വിചാരിക്കാം, HDD. നമ്മൾ ഹാർഡ് ഡിസ്ക് വാങ്ങിക്കുമ്പോൾ സാധാരണ വാങ്ങിക്കുന്ന ഹാർഡ് ഡിസ്ക് ഒക്കെ 1 TB ഹാർഡ് ഡിസ്ക് ആയിരിക്കും. 1 TB ഹാർഡ് ഡിസ്ക് എന്ന് പറയുമ്പോൾ 1000 സാധാരണ നമ്മളൊരു 1 TB ഹാർഡ് ഡിസ്ക് എന്ന് പറയുമ്പോൾ അത് 1000 GB ആയിട്ടാണ് പറയുക. അപ്പൊ ഇതില് ഒരു ഹാർഡ് ഡിസ്ക് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിയുമ്പോൾ അതിനകത്ത് ആ കമ്പ്യൂട്ടർ empty ആയിരിക്കും. അതിനകത്ത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഒന്നും ഉണ്ടാവില്ല. അതിനകത്ത് OS ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഹാർഡ് ഡിസ്കിനെ പാർട്ടീഷൻ ചെയ്യാം. അപ്പോൾ Aയും Bയും നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല, അത് ഫ്ലോപ്പിക്ക് വേണ്ടി മാറ്റി വെച്ചതാ.
അപ്പൊ ഹാർഡ് ഡിസ്ക് എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്ന ഡ്രൈവ് സി ആ. ഞാൻ ഒരു ഇപ്പൊ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഒക്കെ പെൻ ഡ്രൈവിൽ വരും ബൂട്ടബിൾ ആയിട്ട്. ഞാൻ ഓൾറെഡി വിൻഡോസ് 11 ബൂട്ടബിൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് ഹാർഡ് ഡിസ്കിന്റെ കപ്പാസിറ്റി ലിസ്റ്റ് ചെയ്ത് കാണിക്കും. ഇപ്പൊ നമ്മൾ അതിന് പാർട്ടീഷൻ എന്ന് പറയുന്നിട്ടാണ് അതിനെ ഡ്രൈവ് ആക്കി മാറ്റും. ഇപ്പൊ സി ഡ്രൈവ്, ഡി ഡ്രൈവ് എന്നൊക്കെ പറഞ്ഞിട്ട് മാറ്റുന്നു. അപ്പൊ ഞാൻ സി ഡ്രൈവ് ആക്കുമ്പോൾ എന്നോട് ചോദിക്കും എത്ര സ്പേസ് കൊടുക്കണം. എക്സാമ്പിൾ ഞാനിവിടെ ഒരു 400 GB ഞാൻ സി ഡ്രൈവ് ആക്കി മാറ്റിയാൽ ആ ബാക്കിയുള്ള പാർട്ടീഷൻസൊക്കെ അൺഅലോക്കേറ്റഡ് എം ടി പാർട്ടീഷൻ ആയിട്ടാണ് ഉണ്ടാവുക. ഒന്നിക്കെ ഞാൻ OS ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ തന്നെ ബാക്കി ഡ്രൈവിനെ ഡിഫൈൻ ചെയ്യാം. അതല്ലെങ്കിൽ OS ഇൻസ്റ്റാൾ ചെയ്ത് ബൂട്ട് ചെയ്ത് വന്നതിന് ശേഷം വിൻഡോസിന്റെ ഗ്രാഫിക്കിൽ ഇരുന്നു കൊണ്ട് നമുക്കതിനെ പാർട്ടീഷൻ ചെയ്യാം. ഇപ്പൊ ഉദാഹരണത്തിന് സി, പിന്നെ ഞാനിവിടെ ബാക്കി എനിക്ക് 600 GB ഉണ്ട്. അപ്പൊ ലെറ്റ്സ് സേ ഇതൊരു 300 GB, ഇത് ബാക്കിയുള്ള ഒരു 300 GB. അങ്ങനെ ഞാൻ പാർട്ടീഷൻ ചെയ്തെന്ന് വിചാരിക്കാം. ഇതിൽ ഡ്രൈവിലാണോ OS ഇൻസ്റ്റാൾ ചെയ്യുന്നത് ആ ഡ്രൈവിനെ നമ്മൾ ബൂട്ടബിൾ ഡ്രൈവ് എന്ന് പറയും. സാധാരണ ഇങ്ങനെയാണ് വരിക, C:, അതായത് സി ഡ്രൈവ്. അപ്പൊ അത് അറിയാൻ വേണ്ടി നമ്മൾ സാധാരണ ഡോസ് കയറി അടിക്കും. അതിന് വിൻഡോസ് കീ പ്രസ് ചെയ്യുക, എന്നിട്ട് റണ്ണ് പോവുക. വിൻഡോസ് കീ +R അടിച്ചു കഴിഞ്ഞാൽ റണ്ണിൽ വരും. ഇത് നമ്മൾ CMD എന്ന് അടിക്കുക. അപ്പൊ CMD എന്ന് അടിക്കുമ്പോൾ തന്നെ സാധാരണ രീതിയിൽ അതേത് ഡ്രൈവിലാണോ ലോഡ് ചെയ്ത് വരുന്നത്. ഇപ്പോ എന്റെ സി ഡ്രൈവ് എന്ന് അടിക്കുമ്പോൾ വന്നത് C യൂസർ അഡ്മിൻ എന്ന് പറഞ്ഞിട്ടാണ്. അപ്പൊ ഈ C: എന്ന് പറയുന്നത് തന്നെ എന്റെ OS ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ഡ്രൈവ്. ഓക്കെ, ഇനി അതല്ല ഡിസ്ക് MGMT എന്ന് പറഞ്ഞിട്ട് ഒരു കമാൻഡ് ഉണ്ട്. അതൊക്കെ ഡീറ്റെയിൽ വാട്സാപ്പിൽ ഇട്ട് തരാം. ഡിസ്ക് MGMT.ms, ഡിസ്ക് DSK ഡിസ്ക് മാനേജർ, ഡിസ്ക് MGMT. എന്റെ ഡിസ്ക് മാനേജ്മെന്റ് കാണുന്നുണ്ടോ? കാണുന്നു. ഓക്കെ, ഇതിൽ കണ്ടോ സി ഡ്രൈവ്, അതിനകത്ത് എഴുതിയിരിക്കുന്നത് ഹെൽതി ബൂട്ടബിൾ ഡ്രൈവ് എന്ന് പറഞ്ഞിട്ടാണ് 300 GB. അപ്പൊ ഇവിടെ വേണമെങ്കിൽ നമുക്ക് ഇതിപ്പോ പ്രൈമറി പാർട്ടീഷൻ, ഇവിടെ വേണമെങ്കിൽ നമുക്ക് റീപാർട്ടീഷൻ ചെയ്യാം. ഇപ്പൊ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഫോർമാറ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ കംപ്ലീറ്റ് കണ്ടന്റ് പോയിട്ട് അത് എം ടി ഡ്രൈവ് ആയിട്ട് വരും. അത് നമുക്ക് OS ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് ചെക്ക് ചെയ്യാം. അങ്ങനെ നിങ്ങളൊരു ഹാർഡ് ഡിസ്ക് ഫോർമാറ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് എത്ര ഡ്രൈവ് വേണം എന്നുള്ളത് ആദ്യമേ തിരഞ്ഞെടുക്കുക. അപ്പൊ ഹാർഡ് ഡിസ്ക് എന്ന് പറയുന്നത് കമ്പ്യൂട്ടറിന്റെ ഒരു മെയിൻ കോമ്പണൻസ് ആണ്. ഓക്കെ, ഹാർഡ് ഡ്രൈവ് എന്ന് എഴുതി കാണുന്നുണ്ടോ? പിന്നുള്ളത് DVD അല്ലെങ്കിൽ CD. ഇത് ഓപ്ഷണൽ ആണ്. പൊതുവെ ലേറ്റസ്റ്റ് സിസ്റ്റത്തിന് അതൊന്നും വരാറില്ല. പകരം USB ആണ് അധികം ഉണ്ടാവുക. പിന്നെ പവർ സപ്ലൈ എന്ന് പറയുന്നത് ഇതിന് SMPS എന്നാണ് പറയുക. ഇപ്പൊ നിങ്ങളുടെ ഈ ക്യാബിനറ്റിന്റെ ഏറ്റവും ടോപ്പ് സൈഡില് ബാക്കിലായിട്ട് നിങ്ങളുടെ കമ്പ്യൂട്ടർ, നിങ്ങളുടെ മെയിൻ പവർ കൊണ്ടുപോയിട്ട് കണക്ട് ചെയ്യുന്ന ഒരു ഭാഗമുണ്ട്. 3 പിന്നൊക്കെ എടുത്തിട്ട് നമ്മുടെ കമ്പ്യൂട്ടർ ഓൺ ആക്കാൻ വേണ്ടി പവർ കോഡ് കൊണ്ടുപോയി കുത്തുന്നത് ഈ SMPS-ലേക്കാണ്. SMPS-ന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വോൾട്ടേജ് മെയിൻ പവറിന് 230 വോൾട്ട്സ് ആണ്. അതിനെ കമ്പ്യൂട്ടറിന് ആവശ്യമായ പവറിലേക്ക് കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഈ SMPS-ന്റെ റോള്. അത് +5 -5 +12 -12 അതാണ് നമ്മുടെ കമ്പ്യൂട്ടറിന് ആവശ്യമായ പവർ. അതിലേക്ക് കൺവേർട്ട് ചെയ്യലാണ് SMPS-ന്റെ റോള്. പിന്നെ നമ്മുടെ കമ്പ്യൂട്ടറിൽ വരുന്ന ഒരു മേജർ കോമ്പണൻസ് ആണ് മദർ ബോർഡ്. അത് ഇപ്പൊ ഇതിങ്ങനെ ഉണ്ടാവും.
ഓക്കെ ഇതാണ് മദർ ബോർഡ്. ഇത് നമ്മുടെ ക്യാബിനറ്റിൽ കണക്ട് ചെയ്തിടണം. ഈ മദർ ബോർഡിലേക്കാണ് നമ്മൾ മറ്റു എല്ലാ കോമ്പണൻസും കണക്ട് ചെയ്യുക. ഈ മദർ ബോർഡ് നിങ്ങൾ നോക്കുവാണെങ്കിൽ ഇതില് ബ്ലൂവില് 2 ലൈൻ ഉണ്ട്. ഈ ബ്ലൂവില് 2 ലൈനാണ് മെമ്മറി ഇടുന്ന സ്ലോട്ട്. നമ്മൾ 2 GB 5 GB എന്നൊക്കെ പറഞ്ഞിട്ട് മെമ്മറി റാം ഇൻസ്റ്റാൾ ചെയ്യുന്ന ഏരിയ. അപ്പൊ റാം മദർ ബോർഡിലേക്കാണ്. ഇതിലൊരു CPU സോക്കറ്റ് എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട്. അവിടെയാണ് നമ്മൾ CPU ഇൻസ്റ്റാൾ ചെയ്യുക. ഇന്റൽ ഇൻസൈഡ്, അതല്ലെങ്കിൽ മറ്റ് AMD, ഇങ്ങനെ പല ബ്രാൻഡുകളുടെ SMPS CPU അതാണ് നമ്മൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്യുക. പിന്നെ ഇതിന്റെ ബാക്ക് സൈഡ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറെ കണക്ടർ കാണാം. അപ്പൊ ഒരു ഡെസ്ക്ടോപ്പിന്റെ അല്ലെങ്കിൽ ഒരു സാധാ ലാപ്ടോപ്പിന്റെ സൈഡിലോ ഡെസ്ക്ടോപ്പിന്റെ ബാക്ക് സൈഡിലോ നിങ്ങളുടെ ഡിവൈസുകൾ കണക്ട് ചെയ്യുന്ന പോർട്ടുകളാണ് ഈ മദർ ബോർഡിൽ ഉണ്ടാവുക. അത് RJ45 ആവാം, USB ആവാം. ഇത് നമ്മൾക്ക് അസംബിൾ ചെയ്യുമ്പോൾ കാണിച്ചു തരാം. എന്നിട്ടുള്ള മറ്റൊരു പ്രധാന കോമ്പനന്റ് ആണ് ഇവിടെ CMOS ബാറ്ററി എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. അതൊരു 3 വോട്ട്സിന്റെ നിക്കൽ, ഒരു 3 വോട്ട്സിന്റെ ഒരു നോർമൽ ബാറ്ററിയാണ്. എല്ലാ 6 മാസവും അല്ലെങ്കിൽ ഒരു വർഷത്തിൽ താഴെ ഇതിന്റെ ബാറ്ററി മാറ്റണം എന്നുള്ളതാണ് പൊതുവെ പറയാറ്. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കമ്പ്യൂട്ടർ എപ്പോൾ റീ ഓൺ ചെയ്ത് കഴിഞ്ഞാലും ലേറ്റസ്റ്റ് കറന്റ് ടൈമാണ് കാണിക്കുക. അതേപോലെ ഹാർഡ് ഡിസ്ക് ഡിറ്റക്ട് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു എന്തെങ്കിലും ഒരു ഡ്രൈവുകൾ, പെൻ ഡ്രൈവോ അല്ലെങ്കിൽ മൊബൈലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ ഡിറ്റക്ട് ചെയ്യുന്ന അതിനൊക്കെ വേണ്ടി ഓർത്ത് വെക്കുന്നതാണ് CMOS ബാറ്ററി. അപ്പോൾ കമ്പ്യൂട്ടർ ബൂട്ട് ചെയ്ത് വരുമ്പോൾ കണ്ടിന്യൂ ആയിട്ട് ഒരു ഒരു ബീപ്പ് സൗണ്ട് വരും. അതല്ലെങ്കിൽ നിങ്ങളുടെ ടൈം എപ്പോഴും തെറ്റായിരിക്കാം. അതിന്റെ അർത്ഥം ബാറ്ററി വീക്ക് ആണ്. സോ ബാറ്ററി ചേഞ്ച് ചെയ്യാന്നുള്ളത്. ലേറ്റസ്റ്റ് ലാപ്ടോപ്പ് കമ്പ്യൂട്ടറിലൊക്കെ ഇതേ ടെക്നോളജി തന്നെയാണ് യൂസ് ചെയ്യണം. എല്ലാത്തിലും ഓൾമോസ്റ്റ് ഇത് തന്നെയാണ്. ഇപ്പൊ ഇവിടെ ഒരു ക്യാബിനറ്റിന്റെ ഓപ്പൺ സ്പേസ് കാണുന്നുണ്ട്. അതില് കുറെ വയറുകൾ കാണുന്നു. ഇപ്പൊ ഏറ്റവും താഴെ കാണുന്നുണ്ട് ഒരു SMBS. ഈ താഴെ എന്റെ മൗസ് വെച്ചിരിക്കുന്ന ഭാഗമാണ് SMBS. അവിടെ നിന്ന് കേബിൾ വന്ന് മദർ ബോർഡിൽ കൊടുത്തു. മദർ ബോർഡില് പിന്നെ റാം, പിന്നെ ഇവിടെ ഒരു റെഡ് കളർ കേബിൾ മേലേക്ക് ഒരു CD ഡ്രൈവിലേക്ക് പോയിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ കംപ്ലീറ്റ് ഡിവൈസുകളും ഇതിനകത്താണ് കണക്ട് ചെയ്യുക. പിന്നെ നോർമൽ കീബോർഡ്. ഇതൊരു നമ്മൾ അത്യാവശ്യമായിട്ട് അറിയേണ്ട ഒരു ഭാഗമാണ്. കിലോബൈറ്റും മെഗാബൈറ്റും. സാധാരണ നമ്മൾ ഒരു ബിറ്റിനെ ഡിഫൈൻ ചെയ്യുന്നത് 0 അല്ലെങ്കിൽ 1, ഒന്നിക്ക് 1 അല്ലെങ്കിൽ 0. അപ്പോൾ ഒരു 0 അല്ലെങ്കിൽ ഒരു 1 എന്ന് പറയുന്നത് ഒരു ബിറ്റാണ്. അങ്ങനെ 4 ബിറ്റ്, ഇപ്പൊ 0000 അല്ലെങ്കിൽ 0101 1111 ഇങ്ങനെ 4 എണ്ണം കൂടുമ്പോ അതിന് ഒരു നിബിൾ എന്ന് പറയും. NIBBLE. ഇനി 8 ബിറ്റ് കൂടുമ്പോൾ ഒരു ബൈറ്റ് ആവും. അപ്പൊ നിങ്ങൾ സ്മോൾ ലെറ്റർ 1B എന്ന് പറഞ്ഞിട്ട് സ്മോൾ ലെറ്റർ കാണുവാണെങ്കിൽ അത് ഒരു ബിറ്റ്. ഇനി 1B എന്ന് പറഞ്ഞിട്ട് B ക്യാപിറ്റൽ ആണ് കാണുന്നെങ്കിൽ അത് ഒരു ബൈറ്റ്. ഒരു ബൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 ബിറ്റ്. പിന്നെല്ലാം 1024 പറയാം. അപ്പം 1024 കിലോ ബൈറ്റ് എന്ന് പറയുന്നത് ഒരു മെഗാബൈറ്റ്. 1 MB എന്ന് പറയും ഷോർട്ട് ആയിട്ട്. അപ്പൊ ഇതെല്ലാം നമ്മൾ 1000 വെച്ചിട്ടാണ് ഡിഫൈൻ ചെയ്യുക. അപ്പൊ 1000 KB 1 MB, 1000 MB 1 GB, 1000 GB 1 TB. ഇങ്ങനെയാണ് നമ്മൾ അതിന്റെ കൗണ്ട് പറയുക. ഇപ്പൊ നമ്മൾ പെൻഡ്രൈവ് ഒക്കെ വാങ്ങിക്കുമ്പോൾ 64 GB പെൻഡ്രൈവ്, അല്ലെങ്കിൽ ഒരു മൊബൈൽ വാങ്ങിക്കുമ്പോൾ എത്ര GB ആണ് അതിന്റെ കപ്പാസിറ്റി ഉള്ള 256 GB എന്നൊക്കെ പറഞ്ഞിട്ട് വാങ്ങിക്കുന്ന ആ സ്റ്റോറേജ്. ഓക്കെ, പിന്നെ ഇതിൽ വരുന്ന ഒരു മേജർ കോമ്പണന്റ് ആണ് CPU. സെൻട്രൽ ഇപ്പൊ ഇതിനകത്ത് ഒരുപാട് ലിസ്റ്റ് ഓഫ് CPU കാണുന്നത്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവുന്ന CPU മിക്കവാറും ഇന്റൽ പെന്റിയം 4. ഇപ്പൊ നമ്മൾ പറയുന്നതൊക്കെ Core i7 8th Gen അല്ലെങ്കിൽ 11th generation അങ്ങനെയൊക്കെയാണ് ഇപ്പൊ പറയുന്ന പ്രൊസസ്സർ. അതിന്റെ പ്രൊസസ്സർ എന്ന് പറയും, CPU എന്ന് പറയും, അല്ലെങ്കിൽ സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ് എന്ന് പറയും. അങ്ങനെ ഷോർട്ട് ആയിട്ട് പല പ്രൊസസ്സർ എന്നാണ് പൊതുവെ പറയുക. പല ബ്രാൻഡുകൾക്ക് CPU അവൈലബിൾ ആണ്. ഗെയിമിംഗ് CPU,
അറ്റോം എന്ന് പറയുന്നതൊക്കെ ഗെയിമിങ്ങിന്റെ CPU ആണ്. പിന്നെ പൊതുവേ നമ്മൾ CPU ഇൻസ്റ്റാൾ ചെയ്യുക, ഇതിന്റെ സോക്കറ്റ് തുറന്നിട്ട് അതിനകത്തേക്ക് CPU ഇട്ടിട്ട്, പക്ഷെ ഇതൊന്നും നമ്മൾ മാനുവലി ചെയ്യില്ല. CPU ഒക്കെ മദർ ബോർഡിന്റെ കൂടെ തന്നെ പൊതുവെ വരാറുള്ളതാണ്. ഇത് നമ്മളൊരു കമ്പ്യൂട്ടർ വാങ്ങിക്കുമ്പോൾ ലോക്കൽ ഷോപ്പിൽ നിന്ന് ഒരു അസംബിൾഡ് കമ്പ്യൂട്ടർ ആണ് വാങ്ങിക്കുന്നെങ്കിൽ അതിൽ ഓരോ കോമ്പണൻസും സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിക്കും. എന്നിട്ട് നമുക്ക് അതിനെ മാനുവലി അസംബിൾ ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കുമ്പോഴാണ് പൊതുവെ ഇത്തരം CPU ഒക്കെ അതിനകത്ത് ഫിക്സ് ചെയ്യുക. ഇതുപോലെ Core i9 CPU, ചില മിക്കവാറും ആൾക്കാരുടെ ലാപ്ടോപ്പ് Core i5 അല്ലെങ്കിൽ i7 ഒക്കെ ആയിരിക്കും ലാപ്ടോപ്പ്. ഇത് i9 i11 ഒക്കെ ഉണ്ട്. പിന്നെ ഉള്ളത് റാം എന്ന് പറയുന്നത് നമ്മുടെ കമ്പ്യൂട്ടറിന്റെ സ്പീഡ് കൂട്ടുക. ഇപ്പൊ പറയും 4GB റാമേ ഉള്ളൂ, സിസ്റ്റം സ്ലോ ആണ്, 8GB മിനിമം വേണം, അല്ലെങ്കിൽ 16GB വേണം എന്നൊക്കെ പറയുന്ന ഡിവൈസ് ആണ് റാം. അത് മദർ ബോർഡിൽ അതിനു വേണ്ടി ഒരു പ്രത്യേക സ്ലോട്ട് ഉണ്ട്, അതിനകത്തേക്ക് നമ്മൾ ആഡ് ചെയ്യും. അപ്പൊ 2 സ്ലോട്ട് ഉണ്ട്, 2 സ്ലോട്ടിൽ നമ്മൾ മെമ്മറി ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എപ്പോഴും നമ്മൾ ചെക്ക് ചെയ്യുന്നത് 2 സ്ലോട്ടിലും ഒരേ സ്പീഡിന്റെ മെമ്മറി. ഇപ്പൊ 4GB ആണെങ്കിൽ 2ലും 4GB, 8 ആണെങ്കിൽ 2ലും 8, അങ്ങനെയാണ് നമ്മൾ പൊതുവെ ആഡ് ചെയ്യുക. പിന്നെ ഇതിനകത്ത് കാണുന്ന ഒരു ഡിവൈസ് ആണ് റോം. എന്ന് പറഞ്ഞാൽ മദർ ബോർഡിൽ IC ചിപ്പ് ബേൺ ചെയ്തിട്ട് വരുന്നതാണ്. ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പ്യൂട്ടറിനകത്ത് ബയോസ് എന്നൊട്ടൊരു സെറ്റപ്പ് ഉണ്ട്, ബൈനറി ഇൻപുട്ട് ഔട്ട്പുട്ട് സിസ്റ്റം. അതായത് നമ്മുടെ കമ്പ്യൂട്ടറിന്റെ പ്രീ ഡിഫൈൻഡ് പ്രോഗ്രാം, കമ്പ്യൂട്ടറിൽ ഹാർഡ് ഡിസ്ക് ഡിറ്റക്ട് ചെയ്യുക, OS ഡിറ്റക്ട് ചെയ്യുക, പെൻഡ്രൈവ്, എല്ലാ ഹാർഡ് ഡിസ്കുകളെയും ഡിറ്റക്ട് ചെയ്യുക, ടൈം സെറ്റ് ചെയ്യുക, ഇങ്ങനെയുള്ള കമ്പ്യൂട്ടറിന്റെ ബേസിക് കാര്യങ്ങളൊക്കെ ഫങ്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പ്യൂട്ടറിനകത്ത് തന്നെ ഒരു പ്രോഗ്രാം ചെയ്ത ഒരു മെമ്മറി ഉണ്ട്. അതിന് വിളിക്കുന്ന പേരാണ് റോം, റീഡ് ഓൺലി മെമ്മറി. അത് കമ്പ്യൂട്ടർ ബൂട്ട് ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് ഇടയ്ക്ക് കാണാൻ പറ്റും പ്രസ് F2 അല്ലെങ്കിൽ പ്രസ് F8 അല്ലെങ്കിൽ പ്രസ് ഡിലീറ്റ് കീ ടു ഗോ ബയോസ്. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഹാർഡ് ഡിസ്ക് ഇൻസ്റ്റാൾ ചെയ്തു, ഹാർഡ് ഡിസ്ക് ഡിറ്റക്ട് ചെയ്യായിട്ടില്ല, അപ്പൊ നമ്മൾ ബയോസ് പോയിട്ട് ട്രബിൾ ഷൂട്ട് ചെയ്യും. ആ ബയോസ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയറിനെ പ്രോഗ്രാം ചെയ്തിരിക്കുന്ന ചിപ്പാണ് റോം ചിപ്പ്. അത് പൊതുവെ എല്ലാ കമ്പ്യൂട്ടറിനകത്തും ബിൽറ്റ് ഇൻ വരുന്നതാണ്. അതിൽ നമുക്ക് പ്രത്യേകിച്ചൊന്നും, ഈ റോമിൽ നമുക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യില്ല. അതേസമയം നമ്മൾ ബയോസിൽ നമ്മൾ കുറെ പരിപാടികൾ ചെയ്യും, അത് നമുക്ക് നോക്കാം. പിന്നെ ഉള്ളതാണ് കേബിള്. ഈ കേബിൾ എന്ന് ഉദ്ദേശിക്കുന്നത് ഇതിലിപ്പോ 1, 2, 3, 4 എന്നിട്ട് ലിസ്റ്റ് ചെയ്യുമ്പോൾ ഇതിൽ കേബിളിലെ ഡീറ്റെയിൽസ് ഇവിടെ വരുന്നുണ്ട്. നമുക്ക് മദർ ബോർഡിന്റെ ഒന്നും കൂടെ ഡീറ്റെയിൽ നോക്കാം. മദർ ബോർഡിനകത്ത് നമ്മൾ പ്രോസസ്സർ വരുന്നു. പിന്നെ ഇപ്പൊ വരുന്ന എല്ലാ മദർ ബോർഡുകളിലെ CPU വിർച്വലൈസേഷൻ കപ്പാസിറ്റി ഉള്ള CPU ആണ്. ഇപ്പോ വിർച്വലൈസേഷന്റെ ലോകമാണ് ഇപ്പോ. അതായത് എനിക്ക് ഒരു കമ്പ്യൂട്ടറിന്റെ ഉള്ളിൽ തന്നെ ഒന്നിൽ കൂടുതൽ കമ്പ്യൂട്ടറുകൾ റൺ ചെയ്യിക്കുക. ഇപ്പൊ എനിക്കൊരു Windows 11 പ്രാക്ടീസ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു വിൻഡോസ് സെർവർ പ്രാക്ടീസ് ചെയ്യണം. അപ്പൊ അതിനുവേണ്ടി എനിക്ക് ഫിസിക്കലി വേറെ തന്നെ ഒരു ഹാർഡ്വെയർ വേണം. പകരം വിർച്വലൈസേഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് മാർക്കറ്റിൽ വിർച്വലൈസേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത കമ്പനി VMware എന്ന് പറയും. കേട്ടില്ല അങ്ങനെ ഒരു പേര്? ഇല്ല. VMware എന്ന് പറയുന്നത് ഒരു കമ്പനിയാണ്. ആ VMware എന്ന് പറയുന്ന കമ്പനിയുടെ പ്രൊഡക്റ്റിന്റെ പേരും VMware എന്നാണ്. VMware എന്ന് പറഞ്ഞാൽ വിർച്വൽ മിഷൻ. അതിന്റെ സോഫ്റ്റ്വെയറും ഉണ്ട്. അതായത് നമുക്കൊരു ലാപ്ടോപ്പിനകത്ത് ഒരു VMwareന്റെ പ്രീ ലൈസൻസ്ഡ് സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിപ്പോ ഒരു സ്വിച്ച് പ്രാക്ടീസ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു വൈഫൈ പ്രാക്ടീസ് ചെയ്യണം, ഒരു ഒന്നിൽ കൂടുതൽ വിൻഡോസ് സെർവർ OS ഇൻസ്റ്റാൾ ചെയ്യണം. പണ്ടൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സെർവർ OS ഇൻസ്റ്റാൾ ചെയ്യാൻ ഒരു ഡെഡിക്കേറ്റഡ് കമ്പ്യൂട്ടർ വേണം. ഇനി കമ്പ്യൂട്ടറിനകത്ത് ഞാൻ 2 OS ഇട്ടു എന്ന് വിചാരിക്കാം, ഒരു Windows 11 ഒരു Windows 10. ഒരേ സമയം രണ്ടും കൂടെ വർക്ക് ചെയ്യില്ല. ഓൺ ആക്കി വരുമ്പോ അത് Windows 10 വേണോ Windows 11 വേണോ എന്നുള്ള ചോദിക്കും. അപ്പൊ ഞാൻ അവിടുന്ന് മാനുവലി സെലക്ട് ചെയ്യണം ഏതാണ് വേണ്ടതെന്ന്. മനസ്സിലാവുന്നുണ്ടോ? അതിന് പകരം എന്റെ കയ്യിൽ ഓൾറെഡി ഒരു Windows 10 11 ഉള്ള ഒരു OS ഉണ്ട്. ഓക്കെ, എന്നാൽ അതേ OSൽ തന്നെ
എനിക്ക് മൾട്ടിപ്പിൾ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി മൾട്ടിപ്പിൾ OS ഇൻസ്റ്റാൾ ചെയ്യാം. എന്റെ സ്ക്രീൻ കാണുന്നുണ്ടോ? ഞാൻ VMware വർക്ക് സ്റ്റേഷൻ ആ അടിച്ചിരിക്കുന്നത്. ആ ഓക്കെ ഓക്കെ ഇതൊരു VMware വർക്ക് സ്റ്റേഷൻ ആണ്. എൻ്റെ ഓൾറെഡി VMware ഉണ്ട്. ഞാനത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഒരുമിച്ച് ഇൻസ്റ്റാൾ ചെയ്യാം. സോഫ്റ്റ്വെയറുകൾ ഉണ്ട്. ഓക്കെ ഓക്കെ, അതിന് VMware ESXi Hyper-V എന്ന് പറഞ്ഞിട്ട് മൈക്രോസോഫ്റ്റ് ഇറക്കിയത് അതിന് പകരം വേറെ തന്നെ സോഫ്റ്റ്വെയർ. ഓക്കെ, ഓക്കെ അതായത് ഒരു ഫിസിക്കൽ സെർവർ വാങ്ങിയിട്ട് ആ ഫിസിക്കൽ സെർവറിനകത്ത് മൾട്ടിപ്പിൾ ആപ്ലിക്കേഷൻസ് ഇൻസ്റ്റാൾ ചെയ്യുക. ഇപ്പൊ ഒരു Okay. എൻവയോൺമെന്റ്, ഒരു കമ്പനിയിൽ ആക്റ്റീവ് ഡയറക്ടറി കേട്ടിട്ടുണ്ടോ നിങ്ങള്? ആക്റ്റീവ് ഡയറക്ടറി എന്ന് പറയും വിൻഡോസ്. കേട്ടിട്ട് എന്താണെന്ന് അറിയില്ല അത്. ആക്റ്റീവ് ഡയറക്ടറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു ഇമെയിൽ ID ഉണ്ടാവും അല്ലെ? കമ്പനിയുടെ അതെ. ഇമെയിൽ ID ഉണ്ടാവും. ഈ ഇമെയിൽ ID വെച്ചിട്ടായിരിക്കും നിങ്ങളെ സിസ്റ്റം ലോഗിൻ ചെയ്യുക. ഓക്കെ ഈ ഇമെയിൽ ID വെച്ചിട്ടാണ് നിങ്ങളുടെ ഔട്ട്ലുക്കും ലോഗിൻ ചെയ്യുക, Office 365. ഓക്കെ ഇനി നിങ്ങളുടെ ഔട്ട്ലുക്ക്, നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ നിങ്ങളല്ലാതെ വേറൊരാളും കയറാൻ പാടില്ല. നിങ്ങളുടെ കമ്പ്യൂട്ടർ 5 മണി കഴിഞ്ഞാൽ പിന്നെ ലോഗിൻ ചെയ്യാൻ പാടില്ല. നിങ്ങളുടെ കമ്പ്യൂട്ടറിന്റെ അകത്ത് നിങ്ങളുടെ യൂസറെ വെച്ചുകൊണ്ട് നിങ്ങൾ ഡിലീറ്റ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ കുറെ സെറ്റിങ്സ് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ അപ്പൊ മേജർ അഡ്മിന് മാത്രമേ ഫുൾ ആക്സസ് ഉണ്ടാവുള്ളൂ. നിങ്ങൾ ഷട്ട് ഡൗൺ ചെയ്യാൻ പാടില്ല കമ്പ്യൂട്ടർ. ഇപ്പൊ പാച്ച് അപ്ഡേറ്റ്സ് എന്ന് പറയും, എന്തെങ്കിലും സോഫ്റ്റ്വെയർ വന്നു കഴിഞ്ഞാൽ അപ്ഗ്രേഡ് ചെയ്യുക. ഇതൊന്നും നിങ്ങൾ ചെയ്യാൻ പാടില്ല. അപ്പൊ ഇതൊക്കെ നമ്മൾ സെൻട്രൽ ഇരുന്നിട്ട് കൺട്രോൾ ചെയ്യും. ആ കൺട്രോൾ ചെയ്യുന്ന കമ്പ്യൂട്ടറിന്റെ പേരാണ്, കൺട്രോൾ ചെയ്യുന്ന ആ ആപ്ലിക്കേഷന്റെ പേരാണ് ആക്റ്റീവ് ഡയറക്ടറി. മൈക്രോസോഫ്റ്റിന്റെ സോഫ്റ്റ്വെയർ ആണ്. ഓക്കെ അപ്പൊ അതിന് ആക്റ്റീവ് ഡയറക്ടറിക്ക് വേണ്ടിയിട്ട് ഒരു സെർവർ വേണം. DHCP എന്നുള്ളൊരു വാക്ക് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്, എന്താണെന്നറിയില്ല. DHCP എന്ന് പറയുന്നത്, ലെറ്റ്സ് നിങ്ങൾക്ക് ഒരു 1000 യൂസർ ഉണ്ട്, ഞാനടക്കം. എന്റെ കമ്പ്യൂട്ടർ കൊണ്ടുവന്ന് നിങ്ങളുടെ നെറ്റ്വർക്കിൽ കണക്ട് ചെയ്യുമ്പോൾ ഒന്നിക്ക് വയർഡോ അല്ലെങ്കിൽ വയർലെസ്സോ കണക്ട് ചെയ്യുമ്പോൾ അതിന് ഓട്ടോമാറ്റിക് ആയിട്ട് IP കിട്ടണം. അതായത് ഇപ്പൊ നിങ്ങളുടെ നെറ്റ്വർക്കിലേക്ക് എന്റെ ഒരു ഡിവൈസ് കയറി വരുമ്പോൾ ആ ഡിവൈസ് നിങ്ങളുടെ നെറ്റ്വർക്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തു എന്ന് കൺഫേം ചെയ്യുന്നത് നിങ്ങളുടെ നെറ്റ്വർക്കിലുള്ള ഒരു IP അഡ്രസ് നിന്നും, IP അഡ്രസ്സിന്റെ ശേഖരണത്തിൽ നിന്നും ഒരു IP എനിക്ക് കിട്ടുക എന്നുള്ളതാണ്. ഇപ്പൊ നിങ്ങളിപ്പോ ഓൾറെഡി വൈഫൈയിൽ കണക്റ്റഡ് അല്ലേ? അതെ അതെ അതെ. നിങ്ങളുടെ വൈഫൈക്ക് ഒരു പേരുണ്ടാവും, എന്തെങ്കിലും ഒരു പേരുണ്ടാവും അല്ലേ? അത് കണ്ടിനോ? നിങ്ങളുടെ മൊബൈലിനകത്ത് നിങ്ങൾ ഹോട്ട്സ്പോട്ട് കൊടുത്തിട്ടുണ്ടോ? കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഹോട്ട്സ്പോട്ട് കൊടുത്തിട്ട് വേറെ ഒരാള് നിങ്ങളുടെ മൊബൈൽ കണക്ട് ചെയ്യുമ്പോൾ അവർ ചോദിക്കുന്ന ചോദ്യമുണ്ട്, ഏത് പേരിലാണ് ഞാൻ കണക്ട് ചെയ്യേണ്ടത്? കേട്ടിനോ? ആ പേരിന് വിളിക്കുന്ന പേരാണ് SSID. പാസ്വേഡ് പറഞ്ഞു കൊടുക്കും, എന്തെങ്കിലും. അത് കഴിഞ്ഞ് അതിങ്ങനെ സെർച്ച് ചെയ്ത് കണക്ട് ആയി എന്ന് പറയുമ്പോൾ ഈ പേരെന്ന് പറയുന്നത് എനിക്കും നിങ്ങൾക്കും ഫ്രണ്ട് എൻഡിൽ അറിയുന്ന ഒരു വർക്ക് മാത്രമാണ്. ബാക്ക് എൻഡിൽ ചെയ്യുന്നത് അതിനൊരു IP അഡ്രസ് ഉണ്ട്. ഓക്കെ, ഇപ്പോ ഞാൻ ഇങ്ങനെ അടിക്കാന്ന് വിചാരിക്കാം. ലെറ്റ്സ് സേ ഇപ്പം എന്റെ സിസ്റ്റം നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഷോ മൈ IP. ഓക്കെ, സോ വാട്ട് ഈസ് മൈ IP അഡ്രസ്? എനിക്കിവിടെ ഒരു IP കാണുന്നുണ്ടോ? 37.210 എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, ഈ IP ആണ് എന്റെ IP. എവിടെ നിന്ന് വന്നു? ഒരിടോന്ന്. ഓക്കെ, അതായത് ഞാൻ താമസിക്കുന്ന ബിൽഡിങ്ങിൽ ഒരു ഇന്റർനെറ്റ് കണക്ഷൻ വന്നിട്ടുണ്ട്. അവിടുന്ന് ഞാൻ ഷെയർ ചെയ്ത് വേറെ ഒരു റൗട്ടർ വെച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ട്. നിങ്ങളും അങ്ങനൊക്കെ തന്നെ ആയിരിക്കുമല്ലോ അല്ലേ? ഓക്കെ, അപ്പോ നിങ്ങളുടെ അവിടെ നിങ്ങളുടെക്ക് വന്ന ഒരു ഡിവൈസ് അല്ലെങ്കിൽ നിങ്ങൾ ഒരാളേക്ക് നെറ്റ് ഷെയർ ചെയ്ത് വാങ്ങിയിട്ട് ആ ഷെയർ ചെയ്ത നെറ്റിന്റെ അണ്ടറിൽ നിങ്ങൾ എത്ര പേര് കണക്ട് ചെയ്തിട്ടുണ്ടോ അത്രയും പേരുടെ സിസ്റ്റത്തിൽ വാട്ട് ഈസ് മൈ IP എന്ന് അടിച്ചു കഴിഞ്ഞാൽ അവർക്കെല്ലാം കിട്ടുന്നത് സെയിം IP ആയിരിക്കും. ഈ സെയിം IP എന്ന് പറയുന്നത് നിങ്ങളുടെ ബിൽഡിങ്ങിലേക്ക് വന്ന ഇന്റർനെറ്റ് കണക്ടിവിറ്റി, അതിന്റെ IP. ഓക്കെ, ഇനി എന്റെ CMD കമാൻഡ് പ്രോംപ്റ്റ് കാണുന്നുണ്ടോ? ഓക്കെ, ഞാൻ ഇനി ഇവിടെ IP config എന്നൊരു കമാൻഡ് എടുക്കും. IP config നമ്മൾ പഠിക്കും ഫ്യൂച്ചറിൽ. IP config എന്നുള്ള കമാൻഡ് ഉപയോഗിക്കുന്നത് എന്റെ കമ്പ്യൂട്ടറിൽ എടുത്തിരിക്കുന്ന IP കാണാൻ വേണ്ടി. ഇപ്പൊ നോക്കിയേ, 192.168.18.104 കാണുന്നുണ്ടോ?
ആ ഈ IP എന്ന് പറയുന്നത് ഞാനിവിടെ ലോക്കലി ഒരു ഡിവൈസ് വെച്ചിട്ട് ആ ഡിവൈസ് നിർത്ത് IP യാ. അതെ. ഇനി ഞാൻ ട്രേസർട്ട് എന്ന് പറയുന്നത് എനിക്കൊരു പാത്ത് ട്രേസ് ചെയ്യണം. അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന ഒരു കമാൻഡാണ് www.google.com. നോക്കാം, ഇതെല്ലാം ഈ 2001 എന്നൊക്കെ പറയുന്നത് IP വേർഷൻ 6 ആണ്. ഇപ്പൊ എല്ലാം IP വേർഷൻ 6ന്റെ കാലമാണ്. ഇനി ഞാൻ പിങ് 8.8.8 പിങ് 8 എന്ന് പറയുന്ന ഒരു പബ്ലിക് IP ആണ്. അല്ലെങ്കിൽ പിങ് www.google.com. കണ്ടോ, ഗൂഗിളിലേക്ക് എനിക്ക് റീച്ചബിലിറ്റി ഉണ്ട്. ഈ പിങ് എന്ന് പറയുന്നത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു പ്രോട്ടോകോൾ ആണ്. ഇപ്പൊ പറഞ്ഞു വന്നിട്ട് എന്റെ കമ്പ്യൂട്ടറിൽ ഇന്റർനെറ്റിലേക്ക് കണക്ട് ചെയ്തു എന്ന് പറയാൻ കാരണം എന്റെ IPക്ക് ഒരു IP കിട്ടീന്, അല്ല എന്റെ ഒരു IP കിട്ടീന് ഇത്. ഇനിയിപ്പോ ഞാൻ എന്റെ വൈഫൈ ഓഫ് ചെയ്ത് വിചാരിക്കാം, എനിക്ക് നെറ്റിൽ കയറാൻ പറ്റില്ല. അങ്ങനെ ഓരോ ഡിവൈസുകൾക്കും ഓരോ ഇൻഡിവിജ്വൽ IP ഉണ്ട്. എന്ന പോലെ ഈ നിങ്ങൾക്കൊരു 1000 യൂണിറ്റ് ഡിവൈസ് ഉണ്ടെങ്കിൽ 1000 ഡിവൈസിനും പോയിട്ട് മാനുവലി IP സപ്ലൈ എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കേസല്ല. അത് ചിലപ്പോൾ പല ബിൽഡിങ്ങിലായിരിക്കാം, അല്ലെങ്കിൽ പല റൂമിലായിരിക്കാം. പകരം നിങ്ങൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഒരു ഡെഡിക്കേറ്റഡ് കമ്പ്യൂട്ടർ കൊണ്ടേ വെക്കും അവിടെ. ആ കമ്പ്യൂട്ടറിൽ നിങ്ങൾ DHCP കോൺഫിഗർ ചെയ്യും. DHCP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1000 IP നിങ്ങൾ അവിടെ സ്റ്റോർ ചെയ്യും. ആവശ്യക്കാര് അവിടെ പോയിട്ട് IP എടുക്കുക. അപ്പൊ ആ IP തരുന്ന ഡിവൈസിന്റെ പേരാണ് DHCP സെർവർ. അങ്ങനെ ഒന്നിൽ കൂടുതൽ അപ്ലിക്കേഷൻ ഉള്ള എൻവയോൺമെന്റിനകത്ത് ഓരോ അപ്ലിക്കേഷനും ഓരോ ഇൻഡിവിജ്വൽ ഫിസിക്കൽ സെർവർ വേണം. അതിന് പകരം നമ്മൾ ഒരൊറ്റ ഫിസിക്കൽ സെർവർ വാങ്ങിയിട്ട് അതിനകത്ത് പല വിർച്വൽ സെർവർ നമ്മൾ ക്രിയേറ്റ് ചെയ്യും. അതിനാണ് VMware എന്ന് പറയുക. ഇപ്പൊ വരുന്ന എല്ലാ പ്രോസസ്സറും VMware കേപ്പബിലിറ്റി ഉള്ളതാണ്. ഇനി ഇവിടെ നിങ്ങളൊരു ഹീറ്റ് സിങ്ക് കാണുന്നുണ്ട്, ഒരു ഫാനും അതിന്റെ താഴെ ഒരു ഹീറ്റ് സിങ്കും. ഇതൊക്കെ സാധാരണ ഇതിന്റെ കൂടെ വരുന്നതാണ്. ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ CPU-നെ എന്താ പറയാ കൂളാക്കാൻ വേണ്ടിയിട്ട്, പ്രോസസ്സറിനെ കൂളാക്കാൻ വേണ്ടി. പിന്നെ നമ്മൾ സാധാ പറയുന്നത് കമ്പ്യൂട്ടറിൽ വരുന്ന കണക്ടിവിറ്റി ആണ്. ഇതിപ്പോ എല്ലാം തന്നെ ഒരു കമ്പ്യൂട്ടറിൽ ഉണ്ടാവില്ല കേട്ടോ. സാധാരണ രീതിയിൽ ചിലപ്പോ ഇത് HDMI ഉണ്ടാവും, HDMI ഉണ്ടാവും, ഈത്തർനെറ്റ് പോർട്ട് ഉണ്ടാവും, പിന്നെ നമ്മുടെ സൗണ്ട് ഉണ്ടാവും. സാധാരണ ഇപ്പൊ വരുന്നതൊക്കെ DVI എന്ന് പറയുന്ന പോർട്ടുകൾ ഉണ്ട്, അല്ലെങ്കിൽ HDMI അല്ലെങ്കിൽ ഡിസ്പ്ലേ പോർട്ട് എന്നൊക്കെ പറയുന്നത്. നിങ്ങളുടെ ലാപ്ടോപ്പിന്റെ സൈഡിൽ നോക്കിയാൽ അറിയാൻ പറ്റും ഏത് ടൈപ്പ് ഓഫ് പോർട്ടാണ് ഉണ്ടാവുക എന്നുള്ളത്. ഇത് കണ്ടു, ഇതിപ്പോ VGAക്ക് വേണ്ടി യൂസ് ചെയ്യുന്ന സാധാരണ പഴയ സിസ്റ്റം ഒക്കെ ആണെങ്കിൽ VGA പോർട്ടാണ് ഉണ്ടാവുക. അതിനെ നമ്മൾ ഡിസ്പ്ലേ പോർട്ട് എന്നൊക്കെ പറയും. ഒരു VGA കേബിള്, പിന്നെ HDMI പോർട്ട്. ഇതൊക്കെ ഇപ്പൊ എന്റെ ലാപ്ടോപ്പിനകത്തുള്ളത് HDMI പോർട്ടാണ്. ലേറ്റസ്റ്റ് വരുന്ന എല്ലാ മോണിറ്ററും HDMI പോർട്ടാണ്. ചില ലാപ്ടോപ്പിനകത്ത് Type-C പോർട്ടും വരുന്നുണ്ട് കേട്ടോ. Type-C എന്ന് പറയുമ്പോൾ നമുക്ക് ഡയറക്റ്റ് നമ്മുടെ മൊബൈലൊക്കെ കണക്ട് ചെയ്യാൻ പറ്റുന്ന അങ്ങനത്തെ. പിന്നെ ഇത് കണ്ടോ, മിനി USB, മൈക്രോ USB എന്നൊക്കെ പറയുന്ന പല ടൈപ്പ് പോർട്ടുകളും അവൈലബിൾ ആണ്. ഇത് നമ്മൾ ഹാർഡ് ഡിസ്ക് ഒക്കെ കണക്ട് ചെയ്യുന്ന ടൈപ്പ് ഓഫ് പോർട്ട്. ഇതിപ്പോ ജസ്റ്റ് ഇതിന്റെ ഒരു എക്സ്പ്ലനേഷൻ മാത്രമേ ഉള്ളൂ. നമ്മളിത് ലാബിൽ കണക്ട് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് കൂടുതൽ ഐഡിയ കിട്ടുക. ഞാൻ എല്ലാ ടൈപ്പ് ഓഫ് പോർട്ടുകളും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഈ പോർട്ടാണ് മോഡം. ഇപ്പൊ ഇല്ല, പഴയ കാലത്തെ പോർട്ടുകളാണ് മോഡം പോർട്ടൊക്കെ. പിന്നെ വരുന്നത് ഫൈബർ കേബിള്. ഫൈബർ കേബിള് സാധാരണ സിംഗിൾ മോഡ് ഫൈബറും മൾട്ടി മോഡ് ഫൈബറും ഉണ്ട്. ഫൈബർ എന്ന് പറയുമ്പോൾ തന്നെ സാധാരണ നമ്മൾ നെറ്റ്വർക്കിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്ന കേബിളൊക്കെ RJ45 ഈതർനെറ്റ് കേബിൾ ആണ്, UTP കേബിൾ എന്ന് പറയും. അതൊരു 90 മീറ്റർ ആണ് അതിന്റെ നോർമൽ ഡിസ്റ്റൻസ്. അത് കഴിഞ്ഞ് വരുന്ന എല്ലാ ലെങ്തി കണക്ടിവിറ്റിക്ക് നമ്മൾ ഫൈബർ ആണ് യൂസ് ചെയ്യുക. അതിൽ മൾട്ടി മോഡും ഉണ്ട്, സിംഗിൾ മോഡ് ഉണ്ട്. സിംഗിൾ മോഡ് ലെറ്റ്സ് 80 കിലോമീറ്റർ, 50 കിലോമീറ്റർ, 10 കിലോമീറ്റർ ഇങ്ങനെ ഭയങ്കര ദൂരത്തേക്ക് കണക്ട് ചെയ്യുമ്പോൾ.
മിനിമം ഒരു 2 കിലോമീറ്ററോ അല്ലെങ്കിൽ അതിൽ താഴെയോ ആണെങ്കിൽ മൾട്ടി മോഡ് യൂസ് ചെയ്യും. ഓക്കെ. സിംഗിൾ മോഡിനാണ് കാശ് കൂടുതൽ മൾട്ടി മോഡിനേക്കാൾ. ഓക്കെ. പിന്നെ ഇതിൽ വരുന്ന ഒരു പ്രധാന സബ്ജക്റ്റ് ആണ് നെറ്റ്വർക്കിംഗ്. അപ്പൊ കമ്പ്യൂട്ടറിന്റെ അകത്ത് നമ്മൾ ഇതുവരെ പറഞ്ഞത് ഹാർഡ്വെയർ ആണ്. ഇപ്പം മദർ ബോർഡ്, CPU, ഹാർഡ് ഡിസ്ക്, ഇതൊക്കെ ഹാർഡ്വെയർ. ഇതൊക്കെ നമ്മൾ അസംബിൾ ചെയ്യുമ്പോഴാണ് നമുക്കറിയാം. ഞാനൊരു സിസ്റ്റം സെറ്റ് ആക്കിയാണ്, ഞാൻ നിങ്ങൾക്ക് അത് കൊടുന്നു തരാം. നമുക്ക് അവിടെ നിന്ന് ഒരിക്കൽ അസംബിൾ ചെയ്തിട്ട് ഇൻസ്റ്റാൾ ചെയ്യാം. ഓക്കെ. ഓക്കെ. നെറ്റ്വർക്കിങ്ങിനകത്ത് മേജർ ഇപ്പൊ ഒന്നിൽ കൂടുതൽ കമ്പ്യൂട്ടറുകൾ ഉണ്ടെങ്കിൽ അവരെ തമ്മിൽ ഇന്റർ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നെറ്റ്വർക്കിംഗ് എന്ന് പറയുക. ഓക്കെ. ഇപ്പോ അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റിന്റെ പേരാണ് സ്വിച്ച്. ഓക്കെ. ചുരുങ്ങിയത് ഒരു 10-60 ബ്രാൻഡെങ്കിലും മിനിമം മാർക്കറ്റിൽ ഉണ്ടാവും. ഇപ്പൊ ഡീലിങ്ക്, സിസ്കോ, HP, അറൂബ, അബായ, എക്സ്ട്രീം, അങ്ങനെ പറയുന്ന ഒത്തിരി ബ്രാൻഡുകൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പൊ നമുക്ക് ഏത് ബ്രാൻഡിന്റെ സ്വിച്ച് വേണമെങ്കിലും വാങ്ങിക്കാം. ഓക്കെ. പക്ഷെ അതിന് ഓരോന്നിനും ഓരോ പ്രത്യേകത ഉണ്ട്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാം. സാധാരണ ഒരു സ്വിച്ച്, ഇപ്പൊ ഈ സ്വിച്ചിനകത്ത് കാണിക്കുന്ന 12 പോർട്ടാണ്. അപ്പൊ 12 പോർട്ടിൽ 12 ഡിവൈസുകൾ കണക്ട് ചെയ്യാം. ഓക്കെ. അത് കമ്പ്യൂട്ടർ മാത്രമല്ല, കമ്പ്യൂട്ടർ ആവാം, ടെലിഫോൺ ആവാം, ക്യാമറ ആവാം, ആക്സസ് പോയിന്റ്, എന്ത് ഡിവൈസ് വേണമെങ്കിലും കണക്ട് ചെയ്യാം. BMS, അങ്ങനെ പല ഡിവൈസുകൾ. സാധാരണ ഒരു കമ്പ്യൂട്ടർ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്തൊരു MAC അഡ്രസ് ഉണ്ടാവും. അത് NIC നെറ്റ്വർക്ക് ഇന്റർഫേസ് കാർഡിനകത്ത് ബൈൻഡ് ചെയ്ത് വരുന്നതാണ്. അതിന് പുറമെ ഇപ്പൊ ഇത് ഈ ഒരു ഡിവൈസ് കണ്ടത് പിന്നെ റൗട്ടർ എന്നാണ് പറയുക. നമുക്ക് റൗട്ടിങ്ങിന്റെ ക്ലാസ് നോക്കാം. ഓക്കെ. ഇത്രയാണ് ഒരു ബേസിക് ആ കാര്യങ്ങള് നമുക്ക് ഹാർഡ്വെയറിന്റെ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളത്. പിന്നെ MAC അഡ്രസ്സും IP അഡ്രസ്സും ഒക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അത് ചുമ്മാ ഒന്ന് പറഞ്ഞു പോയാൽ തീരാവുന്ന കേസല്ല. നല്ല തണുപ്പാണല്ലോ എല്ലായിടത്തും. അതെ അതെ. ഈ പറഞ്ഞത് മനസ്സിലായോ? ഏകദേശം ഒരു ഐഡിയ ഇട്ടിട്ടുണ്ട്. ഇതിന് നമ്മള് ഈ ഡിവൈസുകളൊക്കെ ഫിസിക്കലി കണ്ട് നമ്മൾ 2-3 പ്രാവശ്യം അത് ഒന്ന് കണക്ട് ചെയ്ത് നോക്കി, അതിലൊന്ന് സോഫ്റ്റ്വെയർ ഒക്കെ ഇൻസ്റ്റാൾ ചെയ്ത് കുറച്ച് ആപ്പ് ഒക്കെ ഇൻസ്റ്റാൾ ചെയ്ത് എന്നാലും ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് ആ ഒരു ഐഡിയ കിട്ടുള്ളൂ. ഓക്കെ. അപ്പൊ സാറ്റർഡേ നിങ്ങൾ മോർണിംഗിൽ ഒരു ടൈം പറയുകയാണെങ്കിൽ ഒരു 1 hour ഞാനവിടെ വന്ന് സാധനം ഫിക്സ് ചെയ്ത്, പവർ കോഡ് ഉണ്ട് നിങ്ങളുടെ അടുത്ത് അല്ലേ? അല്ല, ഇത് എക്സ്റ്റൻഷൻ ബോക്സോ അല്ലെങ്കിൽ നേരിട്ട് കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ അല്ലേ? മൗസ്, കമ്പ്യൂട്ടർ, മോണിറ്റർ, ഇത്രയും ഞാൻ കൊണ്ടുവരാം. ഇത് ഫിസിക്കലി കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ്, പിന്നെ പെൻഡ്രൈവ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊണ്ടുവരാം. എന്നിട്ട് നിങ്ങൾ അത് പല തവണയായിട്ട് ഇൻസ്റ്റാൾ ചെയ്ത് പഠിക്കണം. അപ്പോഴ ഒരു ഇൻസ്റ്റാളേഷൻ മിനിമം 1 മണിക്കൂറെങ്കിലും എടുക്കും. 3-4 തവണ ഇൻസ്റ്റാൾ ചെയ്ത് പിന്നെ അതിൽ കുറച്ച് ആപ്ലിക്കേഷൻസ് ഒക്കെ ഇൻസ്റ്റാൾ ചെയ്ത് കഴിയുമ്പോൾ അതൊരു എക്സ്പീരിയൻസ് ആയിക്കോളും. അജിനാസ് വർക്ക് ചെയ്യുവാണോ? അതെ. അടുത്തൊരു ക്ലാസ്സും കൂടി കഴിഞ്ഞാല് പിന്നെ നമ്മൾ പറയുന്നതൊക്കെ നിങ്ങൾ നോട്ട് ബുക്കിൽ എഴുതി വെക്കണം കേട്ടോ. എന്തായാലും കാര്യങ്ങളൊക്കെ തരും, പക്ഷെ ആ പറയുന്ന പോയിന്റ്സ് ഒന്ന് റീഓർത്ത് വെക്കാൻ. പിന്നെ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ അപ്പപ്പോ വിടുക. ആൻസർ അപ്പൊക്കെ തരാൻ പറ്റുമല്ലോ. ഇതിനകത്ത് ഞാൻ കുറച്ച് ഡിവൈസുകൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അതിൽ സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്നത് സ്വിച്ചസും, ഫയർവാള്, പിന്നെ റിപ്പീറ്റർ എന്ന് പറയുന്നത് ഇപ്പൊ നിങ്ങൾ 90 മീറ്റർ കഴിഞ്ഞു, നിങ്ങളെ കേബിൾ എക്സ്റ്റെൻഡ് ചെയ്യണം, ഫൈബർ കാശ് കൂടുതലാണ്, അപ്പൊ നിങ്ങൾക്ക് നടുക്കൊരു
വെച്ചിട്ട് വീണ്ടും ബൂസ്റ്റ് ചെയ്യാം. ഓക്കെ അതിനാണ് നമ്മൾ സാധാരണ റിപ്പീറ്ററുകളൊക്കെ ഉപയോഗിക്കുക. ഓക്കെ അല്ലെങ്കിൽ പിന്നെ എക്സ്റ്റൻഡർ എന്ന് പറയും, PoE ആ എക്സ്റ്റൻഡർ. കേട്ടിട്ടുണ്ട്. PoE സ്വിച്ച് തന്നെ PoE തരും. അത് മതിയാവില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ PoE പോർട്ട് മാനുവലി ഒരു ഡയറക്റ്റ് പവർ കൊടുത്ത് കണക്ട് ചെയ്തിട്ട് അതിൽ നിന്ന് PoE എക്സ്റ്റെൻഡ് ചെയ്ത് എടുക്കും. ഇപ്പൊ ചില ക്യാമറകൾക്ക് 60 വോട്ട്സ് വേണം. സാധാരണ സ്വിച്ച് 15 വോട്ട്സ് മുതൽ 40 വോട്ട്സ് അല്ലെങ്കിൽ 30 വോട്ട്സ് ഒക്കെ സപ്ലൈ ചെയ്യുള്ളൂ, നോർമൽ സ്വിച്ച്. അപ്പൊ നമ്മുടെ Okay. ക്യാമറ 60 വോട്ട്സ്, ഇപ്പം ANPR ക്യാമറയോ ഔട്ട്ഡോർ ആക്സസ് പോയിന്റിനൊക്കെ മിനിമം 60 വേണം. അപ്പൊ Okay. നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു എക്സ്ട്രാ പവർ, സാധാരണ സ്വിച്ച് ആണ് സ്വിച്ചിന്റെ പോർട്ട് വഴി ഡിവൈസുകൾക്ക് പവർ കൊടുക്കുക. പകരം നമ്മൾ നേരിട്ട് ഒരു പവർ പ്ലഗിൽ കേബിൾ കണക്ട് ചെയ്തിട്ട് അതിൽ നിന്ന് നേരിട്ട് ക്യാമറയ്ക്കോ ആക്സസ് പോയിന്റിനോ പവർ കൊടുക്കും. ഓക്കെ. അപ്പൊ നമ്മൾ കോട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ അതിന് UPoE പ്ലസ് എന്നാ പറയുക. അതിന് കാശ് കൂടുതലാണെങ്കിൽ നമ്മൾ അതിന് പകരം ചെറിയ പൈസന്റെ എക്സ്റ്റൻഡർ വാങ്ങിയിട്ട് പ്രൈസ് മാച്ച് ചെയ്യിക്കും. ഓക്കെ BOQ ഡിസൈൻ ചെയ്യുമ്പോഴാണ് അങ്ങനെ പൊതുവെ ചെയ്യാറ്.